ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ദൈവം ആഗ്രഹിക്കുന്നത് കുടുംബങ്ങൾ ഫലപ്രദമായ വൃക്ഷങ്ങളാകണമെന്നാണ്. തലമുറകൾ ഒലിവായി തീരുവാൻ, വീരൻ്റെ കയ്യിലെ അസ്ത്രമാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വീരൻ്റെ കയ്യിലെ അസ്ത്രത്തിൻ്റെ പ്രത്യേകത അതൊരിക്കലും പാഴായി പോകില്ല എന്നുള്ളതാണ്. വീരൻ ഒരസ്ത്രം ഏതുവിട്ടാൽ അത് ലക്ഷ്യസ്ഥാനം കൈവരിക്കും. നിങ്ങളുടെ തലമുറ ലക്ഷ്യസ്ഥാനത്തെത്തും എന്നത് ദൈവിക വാഗ്ദത്തമാണ്. പാതിവഴിയിൽ ലക്ഷ്യം തെറ്റിപ്പോകുന്ന, തകർന്നു പോകുന്ന ഏതോ ഒരമ്പല്ല നമ്മുടെ തലമുറ. വീരൻ്റെ കയ്യിലെ അസ്ത്രമാണ് മക്കൾ. ശലോമോന്റെ കാലത്ത് വൃക്ഷങ്ങൾ തമ്മിൽ തർക്കമുണ്ടായി, ആരാണ് വലിയവൻ എന്നുള്ളത്. ആ ചരിത്രത്തിൽ ശലോമോൻ പറയുന്നു, വൃക്ഷങ്ങളിൽ വലിയവനായി, ഒന്നാമനായി ഒലിവിനെ തിരഞ്ഞെടുത്തു എന്ന്. നിന്റെ മക്കൾ ഒലിവാകുന്നു എന്ന് തിരുവചനം പറയുന്നുവെങ്കിൽ അവൻ ഒന്നിലും പുറകിലാകില്ല എന്നാണർത്ഥം. ദൈവത്തിൻ്റെ ആലയത്തിനകത്തെ വിളക്കു കത്തിക്കാൻ ഒഴിക്കുന്നത് ഒലിവെണ്ണയാണ്. നിന്റെ മക്കൾ ദേശത്തിന്, ദൈവാലയത്തിന് പ്രകാശം കൊടുക്കുന്ന എണ്ണയായി മാറട്ടെ. പ്രവാചകന്മാർ അഭിഷേകം ചെയ്യുവാൻ തൈലക്കൊമ്പിൽ ഒഴിക്കുന്നതും ഒലിവെണ്ണയാണ്. നിന്റെ തലമുറ അനേകർക്ക് നന്മ പകർന്നു കൊടുക്കുന്ന ഒലിവായി മാറട്ടെ. യാക്കോബ് എന്ന മനുഷ്യൻ സ്വപ്നം കാണുന്നവനായിരുന്നു. യാക്കോബിന് സ്വപ്നം ഉണ്ടായിരുന്നു. ലൂസ് എന്ന സ്ഥലത്ത് യാക്കോബ് ഒരു കല്ല് തലയിണയായി വെച്ച് ഉറങ്ങുമ്പോൾ സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവണിയും അതിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ദൂതന്മാരെയും സ്വപ്നം കണ്ടു. ഉണർന്നപ്പോൾ അവൻ പറഞ്ഞു, ഈ സ്ഥലം ദൈവത്തിൻ്റെ ആലയമാണ്. അവൻ ഒരു കല്ലെടുത്തു നാട്ടി അതിൽ എണ്ണയൊഴിച്ചു പ്രാർത്ഥിച്ചു. അനന്തരഫലമായി യാക്കോബ് വർദ്ധിച്ച് സകലത്തിലും മഹാധനവാനായി. യാക്കോബ് സ്വപ്നം കാണുന്നവനായിരുന്നെങ്കിൽ അവൻ്റെ മകൻ ജോസഫും സ്വപ്നം കാണുന്നവനായിരുന്നു. യാക്കോബ് കണ്ട ഒറ്റ സ്വപ്നം അവൻ്റെ ചരിത്രത്തെ മാറ്റിയതുപോലെ അവൻ്റെ മകനായ ജോസഫ് കണ്ട ഒറ്റ സ്വപ്നം അവൻ്റെ ചരിത്രത്തെയും മാറ്റിമറിച്ചു. പ്രാർത്ഥനയോടെ കാത്തിരിക്കുക, നിന്റെ തലമുറയും ദർശനങ്ങൾ കാണും. വചനം പറയുന്നു, ഞാൻ നിന്നിൽ പകർന്ന എൻ്റെ ആത്മാവിനെയും നിന്റെ അധരത്തിൽ തന്ന എൻ്റെ വചനത്തെയും നിന്റെ സന്തതി തലമുറകളിലേക്ക് ഞാൻ പകരും. ഇയ്യോബ് 33:15. ഗാഢനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ, അവർ ശയ്യമേൽ നിദ്ര കൊള്ളുമ്പോൾ, സ്വപ്നത്തിൽ, രാത്രി ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു, അവരോടുള്ള പ്രബോധനയ്ക്ക് മുദ്രയിടുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ, ഈരാളിലച്ചൻ.